ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൻ്റെ ബിണ്ടി മസാല, അതായത് നമ്മുടെ വെണ്ടക്കായം കൊണ്ട് ഒരു അടിപൊളി മസാല കൂട്ടാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം എന്തിൻ്റെ ഒപ്പം വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഈ ഒരു വെണ്ടക്കായ മസാല. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നീട് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി വെണ്ടക്കായ മസാല നമ്മളെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം വെണ്ടക്കായ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ഒരു 1/4 കിലോ വെണ്ടക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ എണ്ണയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു വെണ്ടക്കായ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാൻ. അതായത് ലൈറ്റ് ഒരു ഫ്രൈ ആവുന്ന ആ ഒരു പരുവം വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ വെണ്ടക്കായ ഇവിടെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതേ സെയിം ഓയിലിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് സവോള തീരെ നൈസായിട്ടൊന്ന് ഞുറുക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഈ ഒരു ഓയിലിലോട്ടൊന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒരു ലൈറ്റ് ഒരു ട്രാൻസ്ലൂസൻറ്റും ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ വേണം നമുക്ക് ഈ ഒരു സവോള വഴറ്റിയെടുക്കാൻ. അപ്പോൾ നമുക്ക് ഏകദേശം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ആഡ് ചെയ്ത് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ വക എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ജീരകപ്പൊടി താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് മസാലകളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ടൊമാറ്റോ പ്യൂറി, അതായത് ടൊമാറ്റോ പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് ആ ഒരു തക്കാളിക്കയുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഓയിൽ റിലീസ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ തക്കാളിക്ക എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്, ഓയിലും റിലീസ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്കിതിലോട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂണും വെള്ളവും കൂടെ ചേർത്ത് തക്കാളിക്കയും സവോള എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 to 3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് തക്കാളിക്കായും സവോള എല്ലാം വഴണ്ട് നന്നായിട്ട് ഓയിലെല്ലാം റിലീസായിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വഴട്ടി വെച്ചിരിക്കുന്ന വെണ്ടക്കായും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ആ ഒരു മസാലകളെല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 2 to 3 മിനിറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നമ്മുടെ വെണ്ടക്കായ ഒന്ന് ചെക്ക് ചെയ്താലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വെണ്ടക്കായയിലോട്ട് മസാലകളെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തോളൂ. അപ്പോൾ ഇതാ നിമിഷം നേരം കൊണ്ട് തയ്യാറാക്കിയ നമ്മുടെ ബിണ്ടി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ ഒരു വെണ്ടി മസാല നമുക്ക് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം എന്തിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ വെറുതെ ഈ ഒരു കൂട്ടാൻ മാത്രം മതി കേട്ടോ. നമുക്ക് ധാരാളം ഭക്ഷണം കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റിയും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടി മസാല, അതായത് വെണ്ടക്കായ മസാലയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.